സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വണ്ടി നമ്പറൊക്കെ എഴുതി കൊടുത്തു. അപ്പം ഇവിടെ അപ്പം വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഞാൻ അട്ടപ്പാടിൻ്റെ ഏകദേശം ഒരു സ്ഥലത്തെത്തിക്കുന്നു. താവളം എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണിത്, താവളം. അപ്പോൾ ഇവിടെ നിന്നാണ് എനിക്ക് പോകേണ്ടത്. ഇവിടെ നിന്നും നേരെ ഈ റോട്ടിലേക്കാണ്, ചിറ്റൂർ എന്ന സ്ഥലത്തേക്കാണ് എനിക്ക് പോകാനുള്ളത്. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഈ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. സാധാരണ ഒരു ഊണ് റേറ്റ് കുറച്ച് കൂടുതലാണ്, പക്ഷേ ഇവിടത്തേക്ക് സാധനം കൊണ്ടുവരുന്ന കഷ്ടപ്പാടുകൊണ്ടിട്ടായിരിക്കാം. എന്തായാലും ചോറും പിന്നെ ഒരു ഓംപ്ലേറ്റിനും 90 റുപ്യാണ് എന്നോട് വാങ്ങിയത്, സാധാ ചോറ്. അപ്പം വണ്ടി ഇത് അവിടെ വെച്ച്. അപ്പം ഞാനിവിടെ കുറച്ച് ആൾക്കാരെ, അട്ടപ്പാടിയുള്ള കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു. ഹായ്, നമസ്കാരം. എന്താണ് അട്ടപ്പാടിനെ പറ്റി എന്താ പറയാനുള്ളത്? അട്ടപ്പാടിയെ പറ്റി എന്താ പറയുക? അട്ടപ്പാടി നല്ല അല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇരിക്കുന്ന മാതിരി തന്നെ വയനാടുണ്ട് ഈ ഒരു സിസ്റ്റം. വയനാടിന്റെ ഒരു അട്ടപ്പാടിനൊക്കെ പറഞ്ഞു. അട്ടപ്പാടിയെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. അട്ടപ്പാടിയില് 14 ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ ഈ അട്ടപ്പാടിയിൽ ഉണ്ടാവും. ആൾക്കാർ ഈ അട്ടപ്പാടിയിൽ ഉണ്ടാവും. എല്ലാ ജില്ലയിൽ നിന്നും വന്നുകൂടി അട്ടപ്പാടിക്ക് വന്നുകൂടി ആൾക്കാർ. അട്ടപ്പാടി ഒരു തനതായ സംസ്കാരമാണ്. കൃഷിയുണ്ട്, കന്നുകാലി വളർത്തുണ്ട്. ചാമ കോറ തൊട്ടിട്ട് ഇഞ്ചി, വാഴ, മഞ്ഞള്, ഏലം, കുരുമുളക്, കാപ്പി, എല്ലാ തനതായ കൃഷികളും ഇവിടെയുണ്ട്. റബ്ബറുണ്ട്. ഇവിടെ ഏറെക്കുറെ എന്ന് പറഞ്ഞാൽ ആദിമ നിവാസികളും തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആദിവാസികളും തമിഴരും മലയാളി സെറ്റേഴ്സും എല്ലാം കൂടി തിങ്ങി പാർക്കുന്നതാണ് അട്ടപ്പാടി. ശരിക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇതേപോലെയുള്ള സ്ഥലം വേറല്ല. എല്ലാ വിഭാഗങ്ങളും ഇവിടെ എല്ലാ ഭാഷകളും നിഷ്പ്രയാസം. തമിഴ്, ആദിവാസി ഭാഷ, മലയാളം, തിരുവനന്തപുരം, കോട്ടയം, ഏത് ഭാഷകളുണ്ടോ അത് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളതിന് പറയും. അട്ടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അട്ടപ്പാടിയെ പുച്ഛിച്ച് പറയുന്ന ആൾക്കാർ. ഞങ്ങളപ്പോൾ ചിരിച്ചുള്ളൂ. എന്താണെന്നറിയോ, ഇപ്പം നിങ്ങൾ ഇവിടെ വരുന്നുണ്ട്, നിങ്ങൾക്ക് സുഖമായിട്ടുള്ള വായു, നല്ല വെള്ളം, സഞ്ചാര സ്വാതന്ത്ര്യം. നിങ്ങളൊക്കെ ഈ ബിൽഡിങ്ങുകളിൽ തിങ്ങിപ്പാർക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു വേനൽക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ AC ഞങ്ങൾക്ക് AC വേണ്ട. പിന്നെ അസുഖങ്ങളിലും കുറവാണ്. അട്ടപ്പാടിയിലൊക്കെ കാടുകളിൽ നല്ല പ്രതിരോധിക്കാനുള്ള വൃക്ഷങ്ങളുണ്ട്. ഈ ആസ്മക്കൊക്കെ പറ്റിയ മരുന്നുകളൊക്കെ ഇവിടെ ഉണ്ട്. ആദിവാസികളുടെ അടുത്തൊക്കെ ആസ്മ പേഷ്യന്റ് ഞങ്ങൾക്ക് എനിക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ഇതിന്റെ അസുഖം മാറുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് എന്ന് പറയുക ഈ തണുപ്പ് കാലാവസ്ഥ. ഈ ഡിസംബർ, മഴക്കാലം ഒന്നും ഒരു കുഴപ്പമില്ല. ഡിസംബറിൽ കുറച്ച് തണുപ്പ് കൂടുതൽ. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. അത് ഈ അതേപോലെ ഈ ആസ്മ രോഗികൾക്ക് അത് ലേശം ബുദ്ധിമുട്ട് രോഗത്തിൻ്റെ. പിന്നെ ഇപ്പൊ ഇവിടെ സംഗതി ട്രൈബൽ ആശുപത്രി, ഒരുവിധം CT സ്കാൻ വരെ സൗകര്യങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ നോക്കിയപ്പോ ഗൂഗിൾ പേ വരെ ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് ജനങ്ങളുടെ ഒരു ആദിമ കാലഘട്ടങ്ങളിലുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അട്ടപ്പാടിയിലുള്ളവരെന്ന് പറഞ്ഞാൽ ആദിവാസികളാണ്. ആദിവാസികൾ എന്ന് പറഞ്ഞാൽ വിവരമില്ല, അവരുടെ വസ്ത്രാലങ്ക ഇതൊക്കെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചിരിക്കുള്ളൂ. കാരണം എന്താ അറിയോ, നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ തന്നെ മാറ്റിപ്പോണം. വെച്ചിട്ടാണ് എന്റെ ഈ യാത്ര. ഞാൻ അട്ടപ്പാടി വരണമെന്ന് വിചാരിച്ചിട്ട് കുറെ വിചാരിക്കുന്നത്, പക്ഷെ എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു സമയം എന്ന് പറയുന്നത്. ആ സമയം എന്നാണ് ആയത്? ഞങ്ങളൊരു സംസ്കാരത്തെ കളിയാക്കില്ല. കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ 14 ജില്ലയിലും ആദിമ നിവാസികളും തമിഴിൽ നിന്ന് വന്ന ആദിവാസികളും തമിഴരും മലയാളീസ് എല്ലാ ജില്ലയിൽ നിന്നുള്ള പോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ ഒരു പ്രശ്നം, ഒരു വർഗീയ കലാപോ ഒരു വർഗീയതയോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഒരാളെങ്കിലും ഒരാളെ ഇടപെടും. ഇവിടെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണോ മുസ്ലിം അങ്ങനെയൊന്നുമല്ല, എല്ലാ ആൾക്കാരും തിങ്ങി പാർക്കുന്നത്. അപ്പൊ ഞാൻ ഉറൂസിന്റെ ഒരു പരസ്യം ഇങ്ങനെ കുറിച്ച് പറയുന്നത് കേട്ടു. നമുക്കിപ്പോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ
ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, അമ്പലം തൊട്ടടുത്ത് കാണും. മനസ്സിലായി? രണ്ട് മുസ്ലിം കൊണ്ട് കണ്ട് ആ, അതാകുമ്പോ രണ്ട് അങ്ങനെ അമ്പലം തൊട്ട് കണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ഉത്സവങ്ങളിലും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഒരു ഐക്യത്തിലാണ് ഇവിടെ ഉള്ള പിന്നെ ആൾക്കാർ ജീവിച്ചു പോകുന്നത്. മുസ്ലിം പള്ളിയിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് കയറാൻ പറ്റാത്തുള്ളൂ. അതാ പള്ളിയുടെ ആ ഉള്ളിൽ. സംസ്കാരത്തിൽ നമ്മൾ പക്ഷെ ഈ ശരിക്കൊന്നുമില്ല. ഈ ഉറൂസിനൊക്കെ ഇപ്പൊ എല്ലാവർക്കും എല്ലാം അവര് ഇപ്പൊ ഇവിടെ ഈ മറ്റേ ബലിപ്പെരുന്നാളിനൊക്കെ ഇവിടെ കന്നിനെ വെട്ടിയിട്ട് മറ്റുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നത്, ഭക്ഷണം വെച്ച് കൊടുക്കുന്നത്. സ്വീകരിക്കുന്നുണ്ട്. പള്ളി പള്ളി പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്നു. അമ്പലത്തിലുള്ള പരിപാടി, അന്നദാനമൊക്കെ എല്ലാവർക്കും പോയി കഴിയും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ആരുണ്ടാക്കിയാലും നടക്കില്ല. അതാണ് വേണ്ടത്. അവർ ഒറ്റപ്പെടുത്തി ശരിക്കും കേരളം കണ്ട് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും എന്റെ ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ഉണ്ടാവും. ഞാൻ ഈ ചരിത്ര വീഡിയോ ആണ് അധികം ചെയ്യുന്നത്. അവിടെ വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെങ്കിലും തല പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ പോകും. അത് ഇവിടെ പാടില്ല. ഇവിടെ എല്ലാം ഈ പറഞ്ഞ എല്ലാ നാട്ടുകാരും ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴും രാഷ്ട്രീയ കലാപം പത്തളം 10 നാട്ടുകാരെ പറയും. നിങ്ങൾ ശരിക്കും അട്ടപ്പടിക്കാരനാണ്. ഞാനൊക്കെ കോട്ടയത്ത്, എന്നൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കോട്ടയത്ത് നിന്നാണ്. ഞാൻ മണ്ണാക്കാരൻ. മണ്ണാർക്കാട്. ഇവിടെ കൃഷി എന്താ അവിടെ അങ്ങനെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ജീവിക്കാൻ സുഖമായിട്ട് അതാ വേണ്ടത്. ഇപ്പൊ ഞാനൊക്കെ യാത്ര ഉദ്ദേശിച്ച തന്നെ ഈ നാട്ടിൻപുറത്ത് അല്ല, ഇങ്ങനെ തന്നെ ഇങ്ങനെ ആഗ്രഹം. ഇപ്പൊ ഇവിടെ തന്നെ ഇഷ്ടംപോലെ റിസോർട്ടുകളായി. ഇതേപോലെ ഈ പുഴ, ഭവാനി പുഴ, ഇതിനോട് ചിറ്റൂര് പുഴ, അങ്ങനെ വന്ന ഈ പുഴകൾ കാണാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ മലപ്പുറത്തിന്റെ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നു. ഇവിടെ വരും, തമിഴ്നാട് പ്രദേശത്ത് വരുന്നത്. ഈ 2 ദിവസം നല്ല തിരക്കാണ്. അതേപോലെ ഞങ്ങളിവിടെ ഒരു കാട്ടിമല എന്നുണ്ട്. കാട്ടിമല, അത് അവിടെയൊക്കെ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരും. അതെവിടെ സ്ഥലം? അത് ഇവിടുന്ന് കുറച്ചൊരു 3 കിലോമീറ്റർ പോയാൽ മതി. ഈ റോട്ടിലാണ് കാണാൻ പറ്റിയ സ്ഥലം. അത് മോൾ നല്ലൊരു കാറ്റായിരിക്കും ഏത് സമയത്ത്. കാട്ടിമല നമുക്കൊന്ന് പോയാലും അത് അവിടുന്ന് കാണിച്ച് ജെല്ലിപ്പാറ കാണിച്ചു. ജെല്ലിപ്പാറ കൂകളിൽ ജെല്ലിപ്പാറ നമുക്കൊന്ന് പോയാൽ നല്ല വണ്ടി ജെല്ലിപ്പാറ. അല്ല, നിങ്ങളത് പോയാൽ നേരെ കണ്ടീര് പോയാൽ മതി. നേരെ ചോദിച്ചാൽ മതി. അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇതേപോലെ ചെറിയ ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ കാട്ടിമല പറഞ്ഞു. എന്തായാലും വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ. എന്റെ പേര് ഷിബി സുന്ദരൻ. എന്റെ പേര് സക്രിയ. അപ്പൊ എന്തായാലും ഈ ചാനൽ ഫോളോ ചെയ്യാം കേട്ടോ. നിങ്ങളെ നാടവിടെ ഞാൻ കോഴിക്കോട്.